PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ അടുത്തിടെ നടന്ന നിയമനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കുക, കേരളത്തിന്റെ 23ാമത് ഗവർണറായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് ശ്രീ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ 23ാമത് ഗവർണറാണ് ശ്രീ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന 22ാമത് ഗവർണറെ നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം എങ്ങോട്ട് പോയി? ബീഹാറിലേക്ക് പോയി, അല്ലെ? ആ ബീഹാറിലെ ഗവർണറായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് വന്നതാണ് നമ്മുടെ 23ാമത് ഗവർണറായിട്ടുള്ള ശ്രീ രാജേന്ദ്ര ആർലേക്കർ. കേരളത്തിന്റെ 23ാമത് മുഖ്യമന്ത്രിയെ നമുക്കറിയാം, ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം 12ാമത്തെ വ്യക്തി കൂടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ. അതുപോലെ കേരളത്തിന്റെ 23ാമത് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും ശ്രീ പിണറായി വിജയനാണ്. കേരളത്തിന്റെ 24ാമത് സ്പീക്കറാണ് ശ്രീ AN ഷംസീർ എന്ന് പറയുന്നത്. അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹം നമ്മുടെ 15ാം നിയമസഭയുടെ, അതായത് നിലവിലെ നിയമസഭയുടെ സ്പീക്കർ കൂടിയാണ്. 15ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ശ്രീ ചിറ്റയം ഗോപകുമാർ. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് അടൂരാണ്. അപ്പോൾ 15ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ശ്രീ ചിറ്റയം ഗോപകുമാറാണ്. 15ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ശ്രീ PTA റഹീമാണ്. ഇദ്ദേഹം കുന്നമംഗലം MLA ആണ്. കുന്നമംഗലമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം, അല്ലെ? അപ്പൊ അടുത്ത ഒരു പോയിന്റ് നോക്കുക. 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹം നോർത്ത് പറവൂരിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെ? നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. കേരളത്തിന്റെ 23ാമത് ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ആണ്. 23ാമത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 12ാമത്തെ വ്യക്തി കൂടിയാണ്. 24ാമത്തെ സ്പീക്കർ, 15ാം നിയമസഭയുടെ 24ാമത് സ്പീക്കറാണ് ശ്രീ AN ഷംസീർ. തലശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതേപോലെ 15ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ശ്രീ ചിറ്റയം ഗോപകുമാർ. അതേപോലെ 15ാം നിയമസഭയുടെ പ്രോടേം സ്പീക്കറാണ് ശ്രീ PTA റഹീം. 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ VD സതീശൻ. 15ാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? അത് ശ്രീ N ജയരാജ് ആണ്. 15ാം നിയമസഭയുടെ ചീഫ് വിപ്പ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് അടുത്തിടെ ചുമതലയേറ്റത് ശ്രീമതി ശാരദാ മുരളീധരനാണ്, അല്ലെ? അപ്പോ കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയി അടുത്തിടെ നിയമിതയായ വ്യക്തി ആരാണ്? ശ്രീമതി ശാരദാ മുരളീധരനാണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആരായിരുന്നു? നമുക്കറിയാം. ആരായിരുന്നു 48ാമത് ചീഫ് സെക്രട്ടറി? ശ്രീ V വേണു ആയിരുന്നു, അല്ലെ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത്. 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ ആണ്, അല്ലെ? നിലവിലെ ചീഫ് ജസ്റ്റിസ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശ്രീ ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ ആണ്. 39ാമത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ ആണ്. കേരളത്തിന്റെ 35ാമത് പോലീസ് മേധാവി അത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെയാണ്, അല്ലെ? കുറെ നാളായിട്ട് അദ്ദേഹം തന്നെയാണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? ശ്രീ പിണറായി വിജയനാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ പിണറായി വിജയനാണ്. ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ VK രാമചന്ദ്രനാണ്, അല്ലെ? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ VK രാമചന്ദ്രനാണ്. കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ആരാണ്? അത് ശ്രീ N അനിൽകുമാർ ആണ്. കേരളത്തിന്റെ നിലവിലെ ലോകായുക്ത ശ്രീ N അനിൽകുമാർ ആണ്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ ഈ അടുത്തിടെ മാറിയിരുന്നു, അല്ലെ? ആരാണ് പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ? അത് ഡോക്ടർ രത്തൻ യു കേൽക്കർ ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ. അതേപോലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ V ഹരിനായർ, അല്ലെ?
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരിനായർ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവില് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അപ്പോൾ ഇത് ഒന്നുകൂടെ നോക്കി വെക്കണം. കേരള ലോകായുക്ത എൻ അനിൽകുമാർ, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? അത് പി സതീദേവി തന്നെയാണ് അല്ലെ? ഇപ്പോഴും ശ്രീമതി സതീദേവി തന്നെയാണ് തുടരുന്നു അല്ലെ? സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പി എസ് സിയുടെ ചെയർമാൻ ശ്രീ എം ആർ ബൈജു ആണ്. പി എസ് സിയുടെ ചെയർമാൻ ശ്രീ എം ആർ ബൈജു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കെ എൻ ഹരിലാൽ ആണ്. അദ്ദേഹം അടുത്തിടെ ചുമതലയേറ്റു അല്ലെ? അപ്പോൾ ശ്രീ കെ എൻ ഹരിലാൽ ആരാണ്? 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. 6ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അത് ശ്രീ എസ് എം വിജയാനന്ദ് ആയിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി കുറെ നാൾ പഠിച്ചതാണ് അല്ലെ? ഇപ്പോൾ 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ചുമതലയേറ്റതാണ്. ഇനി സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ, ഇത് എം ഷാജർ. ഇത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ എം ഷാജർ ആണ്. അതേപോലെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എപ്പോഴും ചോദിക്കാറുണ്ട് ആ പോസ്റ്റ്. അപ്പോൾ യു ഷറഫലി ആണ് ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? യു ഷറഫലി ആണ്. യു ഷറഫലി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ വി മനോജ് കുമാർ ആണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ ബി എസ് മാവോജി ആണ്. ശ്രീ ബി എസ് മാവോജി. അപ്പൊ ബി എസ് മാവോജി ആരാണ്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് ബി എസ് മാവോജി ആണ്. ബി എസ് മാവോജി. അപ്പൊ ബി എസ് മാവോജി ആരാണ്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണ് ശ്രീ ബി എസ് മാവോജി. ജസ്റ്റിസ് ജി ശശിധരൻ അല്ലെ? ഇദ്ദേഹം നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്നതാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇദ്ദേഹം കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ്. ശ്രീ ജസ്റ്റിസ് ജി ശശിധരൻ ആരാണ്? നമ്മുടെ കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ജി ശശിധരൻ. സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ്. എ എ റഷീദ് ആരാണ്? സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ്. കെ റെയിലിന്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയുമായി നിയമിതയായത് ശ്രീമതി ശാരദ മുരളീധരനാണ്. കെ റെയിലിന്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയുമായി നിയമിതയായത് ശ്രീമതി ശാരദ മുരളീധരനാണ്. ശുചിത്വ മിഷന്റെ ഡയറക്ടറാണ് ശ്രീ യു വി ജോസ്. ശുചിത്വ മിഷന്റെ ഡയറക്ടർ ശ്രീ യു വി ജോസ്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. ഇതൊക്കെ കുറെ നാളായിട്ട് ഇങ്ങനെ തുടരുന്നവരാണ്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ ശ്രീ സയ്യിദ് അക്തർ മിർസയാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ചെണ്ട വിദ്വാനാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ശ്രീ മുരളി ചീരോത്താണ്. ചിത്രകലയാണ്. ചിത്രകലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ മുരളി ചീരോത്ത്. ഫോക്ലോർ അഥവാ നാടൻ കലാ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ. പടയണി കലാകാരനാണ്. ഫോക്ലോർ അഥവാ നാടൻ കലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം പടയണി കലാകാരനാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ ആണ്. ശ്രീ പ്രേംകുമാർ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെയുള്ള ഉണ്ടായിരുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സംവിധായകരായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സിനിമാ നടൻ ഈ സ്ഥാനത്തെത്തുന്നത്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ ആണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഷാജി എൻ കരുണാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഷാജി എൻ കരുണാണ്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മലയാളം മിഷൻ ഡയറക്ടറാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കടയാണ്. സാക്ഷരതാ മിഷന്റെ ഡയറക്ടറാണ് ശ്രീമതി എ ജി ഒലീന. സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാണ്? ശ്രീമതി എ ജി ഒലീന. കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി അദ്ദേഹം സംഗീത നാടക അക്കാദമി ചെയർമാൻ. മുരളി ചീരോത്ത് ലളിതകലാ അക്കാദമി ചെയർമാൻ. ഒ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ലോർ അല്ലെങ്കിൽ നാടൻകലാ അക്കാദമി ചെയർമാൻ. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ഷാജി എൻ കരുൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ. എ ജി ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടർ.
നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ശ്രീമതി സിന്ധു ഗംഗാധരനാണ്. നാസ്കോമിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് ശ്രീമതി സിന്ധു ഗംഗാധരൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് ശ്രീ എം ബിബി തോമസ് ആണ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ PT ബാബുരാജാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. താങ്ക്